ഗുരുശുക്രന്മാരുടെ ബാല്യവാർദ്ധക്യകാലങ്ങളിൽ വിവാഹ മുഹൂർത്തം കണ്ടെത്തിയാൽ ആ സമയത്ത് നടക്കുന്ന വിവാഹത്തിന് ഏതൊക്കെ തരത്തിലുള്ള വൈകല്യങ്ങളായിരിക്കും ദാമ്പത്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയെന്ന് ഒരു വിഷയമുണ്ട്. മുഹൂർത്തം തെറ്റായി ചെയ്തിട്ട് കാര്യങ്ങൾ തുടങ്ങി നാശം വന്നതൊക്കെ എനിക്കറിയാം. ഞാൻ താങ്കളെ കാണാൻ വന്നിട്ട് നടന്നില്ല, പിന്നെ കാര്യങ്ങൾ നടക്കാഞ്ഞിട്ട് ഞാൻ മറ്റൊരാളിനെ സമീപിച്ച് ചെയ്തു. ഞാനൊരു പെയിൻറ് കട തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ചെയ്തു. എൻ്റെ അടുത്ത ദിവസം അന്ന് രാത്രി തന്നെ അത് കത്തി. സഞ്ജയൻ സാർ, നമ്മൾ ശുഭകാര്യങ്ങൾ ചെയ്യാനുള്ള സമയം, അല്ലെങ്കിൽ നമ്മളൊരു യാത്ര പുറപ്പെടുന്നതിന് മുമ്പുള്ള സമയം, അല്ലെങ്കിൽ ഒരു വിവാഹം കഴിക്കാനുള്ള സമയം, ഇതൊക്കെ നല്ല സമയം നോക്കി നമ്മൾ അതിന് മുഹൂർത്തം എടുക്കാറുണ്ട്. അപ്പം ഈ മുഹൂർത്തം എടുക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? ഓരോ കാര്യത്തിനും ഓരോ ഇനം മുഹൂർത്തങ്ങളാണ്. ഇപ്പം പൊതുവായൊരു ശുഭസമയം എന്ന് പറഞ്ഞൊരു സമയം ഒന്നിനുമില്ല. ശുഭമുഹൂർത്തം എന്ന് പറയുന്നത് ഇപ്പം വിവാഹത്തിനെടുക്കുന്ന ശുഭമുഹൂർത്തം എന്ന് പറയുന്നത് വീട് വയ്ക്കുന്നതിന് എടുക്കാൻ ഒക്കണമെന്നില്ല. ഇങ്ങനെ ഓരോന്നിനും വ്യത്യസ്തമായ ശുഭമുഹൂർത്തങ്ങളാണ്. ഇപ്പോൾ ഓരോ വിഷയത്തിനും അനുസൃതമായ ശുഭമാണ്. അതുതന്നെ മറ്റൊരു ശുഭകാര്യത്തിന് അശുഭമായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിന് ശുഭകരമായിരിക്കുന്ന സമയം അല്ലെങ്കിൽ മുഹൂർത്തം ആ 20 മിനിറ്റ് എന്ന് പറയുന്നത് മറ്റൊരു കാര്യത്തിന്, ഇതുപോലെ തന്നെ മനുഷ്യജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ മറ്റൊരു കാര്യത്തിന്, അപ്പോൾ അതൊരു ശുഭകാര്യമാണല്ലോ, അതിന് നെഗറ്റീവായിരിക്കും, ചില അശുഭമായിരിക്കും. അപ്പോൾ ഓരോന്നിനും ഓരോ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. പണ്ട് ശനിയാഴ്ച ദിവസം ജ്യോതിഷത്തിന് പുതിയതായിട്ട് ജ്യോതിഷം നോക്കാനൊന്നും പോകുന്നതിന് അത്ര നന്നല്ല, എടുക്കാറില്ല, കറുത്ത വാവിനുമൊക്കെ. ഇപ്പോഴാരോ പറഞ്ഞ് ഞങ്ങളുടെ ദേശങ്ങളൊക്കെ ഇപ്പോൾ 5-6 വർഷത്തിനുള്ളിൽ വന്നിട്ടൊരു സംഭവമുണ്ട്, ബുധനാഴ്ചയും കൂടെ പോകാതിരിക്കുന്നതൊക്കെ. അതിനെക്കുറിച്ചൊന്നും വലിയ കാര്യവും അങ്ങനെയൊന്നും വലിയ കാര്യമില്ല. ബുധനാഴ്ചയ്ക്കൊന്നും ദോഷമൊന്നും ജ്യോതിഷം നോക്കാൻ പോകരുതെന്നില്ല. പക്ഷെ ബുധനും ശനിയും കൊള്ളുകയില്ല എന്നൊരു വാക്ക് വന്നിട്ടുണ്ട്. ഈ ശനിയോടൊപ്പം ബുധനെയും കൂടെ ഏച്ചു വെച്ചു. അതൊരു വലിയ പ്രശ്നമായിട്ട് മാറി. ഇതുപോലെ പലതും. പിന്നെ സൂര്യൻ്റെ പ്രകാശരശ്മികൾ, അമൃതരശ്മികൾ ഭൂമിയിൽ പതിക്കാതാവുന്ന സമയത്ത് നമ്മൾ ജ്യോതിഷം നോക്കാതിരിക്കുക എന്നുള്ളത്. കാരണം പറയുന്ന ആളിന് സൂക്ഷ്മമാകണമെന്നില്ല. പക്ഷെ നാഡീ ജ്യോതിഷത്തിലൊക്കെ ആണെങ്കിൽ അത് എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് വായിച്ച് അപഗ്രഥിക്കുക എന്നുള്ളതിന് ആ ഒരു വിഷയം വരുന്നില്ല. മറ്റേ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ നിലവിലുള്ള സാധാരണ ജ്യോതിഷം നോക്കുമ്പോൾ ജ്യോത്സ്യൻ്റെ മേധയ്ക്ക് വലിയ പ്രാധാന്യമുള്ളത് കൊണ്ട് അയാൾ സൂര്യൻ്റെ ഈ കിരണങ്ങൾ ഭൂമിയിൽ നിന്ന് യാത്രയായിക്കഴിഞ്ഞാൽ, ഇരുട്ടായിക്കഴിഞ്ഞാൽ പിന്നെ പറയാൻ പാടില്ല എന്നുള്ളൊരു വാസ്തവമുണ്ട്. അത് നമ്മുടെ ആ സൂക്ഷ്മതയ്ക്ക്. ഇനി ഒരു പക്ഷേ ജ്യോത്സ്യൻ്റെ ഇത്രയും കാലത്തെ അപഗ്രഥന ശേഷി കൊണ്ടും സാധനാബലം കൊണ്ടും ഒക്കെ രാത്രിയിൽ നോക്കിയാലും ഫലം പറയാൻ ഒക്കുമെങ്കിലും അയാളുടെ വാഗ്വൈഭവത്തിനും മേധയ്ക്കും ധിഷണയ്ക്കും ഒക്കെ പിന്നീട് ക്ഷീണം സംഭവിക്കും പടിപടിയായിട്ട്. അതിലേക്ക് നമ്മൾ പോകരുത്. ചില ദിവസങ്ങളിൽ തന്നെ നമ്മൾ കുറച്ച് പേർക്ക് സൂക്ഷ്മമായിട്ട് ജ്യോതിഷം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമാകും. അങ്ങനെ വരാം. ഞാനൊരു വിദേശ അസ്ട്രോളജർ ഇങ്ങനെ പഠിച്ചതിനെ കുറിച്ച് കേട്ട്, നമ്മൾ എത്രമാത്രം സൂക്ഷ്മമായി പറയുന്നു അത്രമാത്രം ശരീരം മെലിയാൻ സാധ്യതയുണ്ടെന്ന്. അതൊരു പരിധിവരെ ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ എത്രമാത്രം സൂക്ഷ്മമായി പ്രഡിക്ഷൻ നടത്താൻ ശ്രമിക്കുന്നു അത്രമാത്രം അതൊരു ജോലിയായി ചിന്തിക്കാതെ, അതൊരു നമ്മൾ അതിനെ ഒരു ഉപാസന പോലെ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായി ചെയ്ത് ഒരു ഉപജീവനമാർഗം എന്നുള്ളതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് നമ്മൾ അതിലേക്ക് ലയിച്ച് അതിൽ അത്ര ഇൻട്രസ്റ്റോടു കൂടി ചെയ്ത് പോകുമ്പോൾ നമ്മൾക്ക് ഈ ക്ഷീണാവസ്ഥ വരാം. അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ ജ്യോതിഷം നോക്കി കഴിയുമ്പോൾ ക്ഷീണം വരും. പിന്നെ നമ്മളെ ഊർജ്ജപ്പെടുത്താനുള്ള കാര്യങ്ങളുമായിട്ട് ഞാനങ്ങ് മടങ്ങാറുണ്ട്. ചിലർ പറയും, എന്താ ഇത്രയും കൂടെ നോക്കിക്കൂടെ? അപ്പോൾ പിന്നെ അവരുടെ വിചാരം ഇതേതാണ് നമ്മൾ കൊട്ടയിൽ നിന്ന് കുടഞ്ഞിടുന്നത് പോലെ എന്തോ സംഭവിക്കാമെന്ന്. അതല്ല, അത് വളരെ ജ്യോതിഷത്തിനൊരു വിഷയമാണ്. ഈ മുഹൂർത്തം എന്ന് പറയുമ്പോഴിതാണ് ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് ചില ദിവസങ്ങൾ, വിദ്യാരംഭത്തിന്, അപ്പോൾ അത് പിന്നെ യുദ്ധത്തിന് തുടങ്ങുന്നത്. ചില നക്ഷത്രങ്ങൾ യുദ്ധത്തിന് മാത്രം എടുക്കുന്നുണ്ട്. യുദ്ധവും ഒരു ശുഭകാര്യമായിരിക്കും. യുദ്ധം ഇപ്പോൾ ഒരു വ്യക്തിയുടെ മരണം കൊണ്ട് ഒരു കുടുംബം നന്നാകുന്നെങ്കിൽ കുടുംബത്തിന് ദോഷിയായിട്ടുള്ള ഒരാൾ നിലനിൽക്കുന്നത് ആ കുടുംബത്തിന് സർവനാശമാണെങ്കിൽ അയാൾ ഇല്ലാതാകുന്നതായിരിക്കുമല്ലോ ശുഭം. അപ്പോൾ മരണവും ഒരു പരിധിയിൽ ശുഭമാണ്, ശുഭകരമായ കാര്യമാണ്. പിന്നെ ഒരു ഗ്രാമം തന്നെ ഒരു കുടുംബം തന്നെ ഒരു ഗ്രാമത്തിന് സർവനാശം വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ കുടുംബക്കാർ മൊത്തം പോകേണ്ടതും ഒരു ശുഭകരമായ കാര്യമാണ്. ഒരു ഗ്രാമം തന്നെ ഒരു രാജ്യത്തിന് ഭീഷണിയായി മാറുന്നെങ്കിൽ ആ ഗ്രാമത്തിലെ ജനങ്ങളും, അപ്പോൾ ഗ്രാമം തന്നെ എന്ന് പറയുമ്പോൾ ഗ്രാമത്തിലെ ജനങ്ങളായിരിക്കുമല്ലോ ഉപദ്രവകാരികൾ, അവരില്ലാതാകുന്നത് ഒരു ശുഭമാണ്. അപ്പം യുദ്ധവും മരണവും ഒക്കെ തന്നെ ശുഭമാണ് ഒരു പരിധി.
അപ്പോൾ അതിനെടുക്കാനായിട്ട് കുറേ പ്രത്യേക നക്ഷത്രങ്ങളെയും പ്രത്യേക മുഹൂർത്തങ്ങളെയും തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാ കാര്യങ്ങളെയും കാണുക. അപ്പോൾ ഓരോന്നിനും ശുഭസമയം ഒന്നിനോടൊന്ന് ബന്ധമില്ലാതെ വ്യത്യസ്തമായിരിക്കുന്നു. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് അഭിജിത്ത് മുഹൂർത്തം എന്ന് പറഞ്ഞൊരു ഉച്ചയ്ക്ക് ഇപ്പോഴത്തെ കാലത്ത് പണ്ട് എടുക്കാം, നട്ടുച്ചയ്ക്കുള്ള ആ സമയം എടുക്കുന്നത്. അപ്പൊ അതൊന്നും ഒത്തില്ലെങ്കിൽ നമ്മൾ കണക്ക് കൂട്ടിയെടുത്ത് അതിന് സർവഗ്രഹങ്ങളുടെയും മധ്യാഹ്നം ഈ ഉച്ച സമയത്ത് അനുഗ്രഹം ഉണ്ടായിരിക്കും, ഒരുപാട് ദോഷങ്ങൾ വരത്തില്ല, എല്ലാം ആപേക്ഷികമായി പൂരകമായി നിൽക്കുമെന്ന് പറഞ്ഞാണ് ചെയ്യാറുള്ളത്. പക്ഷേ അഭിജിത്ത് മുഹൂർത്തത്തിൽ ഒരുപാട് അഭിജിൻ മുഹൂർത്തം എന്നാണ് ആ പദം പിന്നെ പറയേണ്ടത്. അഭിജിത്ത് മുഹൂർത്തം എന്നല്ല സംസ്കൃതത്തിൽ നമ്മൾ പിന്നെ ചേർക്കുമ്പോൾ ലോപസന്ധിയിൽ നമ്മളത് കൃത്യമായി പറയുമ്പോൾ അഭിജിൻ മുഹൂർത്തം എന്ന് പറയണം. ആ അഭിജിൻ മുഹൂർത്തത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ വലിയ കുഴപ്പം വരുന്നില്ല. പക്ഷേ മുഹൂർത്തം തെറ്റായി ചെയ്തിട്ട് കാര്യങ്ങൾ തുടങ്ങി നാശം വന്നതൊക്കെ എനിക്കറിയാം. അപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഒരു 20 വർഷമായിട്ടുണ്ട് ഒരാളൊരു പെയിൻറ്റ് കട തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ പെയിൻറ്റ് കടയ്ക്ക് എന്നെ വന്ന് കാണാൻ വന്നിട്ട്, എന്നെ വളരെ ദൂരെ നിന്ന് വന്നിട്ട് എന്നെ കണ്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിന് മുഹൂർത്തം കുറിക്കാൻ ഒത്തില്ല, എന്നെ വന്ന് കാണാൻ സാധിച്ചില്ല. ഞാനേതോ പ്രഭാഷണത്തിലോ മറ്റോ പോയിരിക്കുകയായിരുന്നു. പകരം മറ്റാരെ കൊണ്ടോ മുഹൂർത്തം കുറിപ്പിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ കാണാനായിട്ട് ഇവർ വന്നു. ഈ ഉദ്ഘാടനം കഴിഞ്ഞു എന്നൊക്കെ പിന്നെ അറിയുന്നത്. ഈ മുഹൂർത്തം എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട്, ഈ ദിവസം ഈ മുഹൂർത്തം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് വേറൊരു പേപ്പറിൽ കുറിച്ചിട്ട് എന്നോട് കാണിച്ചു. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ചെയ്യരുത്, ചെയ്താൽ അത് ചെയ്തു ആരെങ്കിലും ഈ ദിവസം നമ്മൾ പുതിയ കട തുടങ്ങാൻ പോവുകയായിരുന്നോ, അങ്ങനെ അന്നത്തെ ദിവസം ചെയ്തോ, കഴിഞ്ഞപ്പോഴുള്ള ദിവസമായിരുന്നല്ലോ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആര് ചെയ്തതാണെങ്കിലും ആ ദിവസം അത് കത്തിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ താങ്കളെ കാണാൻ വന്നിട്ട് നടന്നില്ല, പിന്നെ കാര്യങ്ങൾ നടക്കാഞ്ഞിട്ട് ഞാൻ മറ്റൊരാളിനെ സമീപിച്ച് ചെയ്തു. ആ മുഹൂർത്തത്തിൽ തന്നെ ഞാനൊരു പെയിൻറ്റ് കട തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ചെയ്തു. എൻ്റെ അടുത്ത ദിവസം അന്ന് രാത്രി തന്നെ അത് കത്തി എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും അങ്ങനെ കിടക്കുകയാണ്. ഇത് വലിയൊരു സംഭവം. ഇപ്പോൾ വിവാഹം ഗ്രഹനിലയൊക്കെ തന്നെ ചേരുമെങ്കിൽ പോലും എല്ലാ പൊരുത്തമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും മുഹൂർത്തത്തിന് എടുക്കുന്ന സമയം വളരെ പ്രധാനമാണ്. ഈ മുഹൂർത്തം നമ്മൾ നോക്കിയെടുക്കുന്ന വിവാഹത്തിന് വേണ്ടുന്ന മുഹൂർത്തം, അപ്പോൾ അഭിജിൻ മുഹൂർത്തം അല്ലാതെ തന്നെ നമ്മൾ വിവാഹത്തിന് വേണ്ടുന്ന നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടുള്ള മുഹൂർത്തം കുറിക്കുന്നതിൽ വിളംബം സംഭവിക്കും. എന്തെങ്കിലും തെറ്റായിട്ടൊക്കെ വികലത വരാം. അങ്ങനെ വന്നിട്ട് കല്യാണം നടത്തുന്നത് ദോഷകരമായി ബാധിക്കും. ഇപ്പം ഗുരു ശുക്രന്മാരുടെ ബാല്യവാർദ്ധക്യ കാലങ്ങളിൽ കല്യാണം നടത്തരുതെന്നൊരു പറഞ്ഞിട്ട് അത് പലപ്പോഴും ആരും ചിന്തിക്കാറില്ല. അപ്പോൾ അതിന് വരാവുന്ന ദോഷങ്ങൾ അത് നമുക്ക് വേണമെങ്കിൽ വേറൊരു എപ്പിസോഡിൽ പറയാവുന്നതാണ്. ഗുരു ശുക്രന്മാരുടെ ബാല്യവാർദ്ധക്യ കാലങ്ങളിൽ വിവാഹ മുഹൂർത്തം കണ്ടെത്തിയാൽ ആ സമയത്ത് നടക്കുന്ന വിവാഹത്തിന് ഏതൊക്കെ തരത്തിലുള്ള വൈകല്യങ്ങളായിരിക്കും ദാമ്പത്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയെന്ന് ഒരു വിഷയമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി അതാതിനെ പറ്റി ശുഭസമയത്ത് തന്നെ നടത്തണം. പക്ഷേ ബോധത്തിൻ്റെ അനന്തതലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്, അത് ഈ പുസ്തകം പഠിച്ചുള്ള ബോധമല്ല, ഏതെങ്കിലും വിഷയാനുബന്ധിയായ ബോധമല്ല, പ്രായോഗിക ജീവിതമായിട്ട്. കാരണം ജീവിതാവബോധം എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായ വിഷയാനുബന്ധിയായ പഠന മികവിനെക്കുറിച്ചല്ല പറയുന്നത്. ആ ബോധത്തിൻ്റെ അനന്തതയിൽ നിൽക്കുന്ന ഒരാൾക്ക് പലപ്പോഴും ആ മുഹൂർത്ത നിയമങ്ങൾ കുറച്ചൊക്കെ മാറിയാലും അതിനെ പ്രതികൂല ഫലം ബാധിക്കാനിടയില്ല. അതെ, നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.